അപ്പോൾ നമ്മൾ മുംബൈയിലാണുള്ളത്. ഇവിടെ നല്ല മഴ കേട്ടോ. നല്ല മഴ എന്ന് പറയാൻ പറ്റില്ല, ഒരു ജാതി മഴ. പെയ്യണമില്ല ചോരണമില്ല, ചീച്ചിലായി ഇങ്ങനെ നിൽക്കുക. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കലൊക്കെ എന്താണെന്നുള്ളത് അറിയില്ല. പിന്നെ ഒരു സമാധാനമുള്ള എന്താ വെച്ചാൽ നമ്മളെ ഗുജറാത്തിൽ സൂറത്തു നിന്നും അഹമ്മദാബാദിൽ നിന്നുള്ള പോലെ വണ്ടികൾ ചറ പറ ഹോൺ അടിക്കണില്ല കേട്ടോ. നല്ല തിരക്കുണ്ട്. സംഭവം എന്താ വെച്ചാൽ അവിടത്തേനേക്കാൾ ഒരു 10 ഇരട്ടി വണ്ടി ഇവിടെ ഉണ്ടാവും. പക്ഷേ വെറുതെ ഹോണടിച്ച് അലമ്പാക്കണില്ല. ഒക്കെ കറക്റ്റ് ആ ട്രാഫിക്കിൽ ക്യൂലൊക്കെ നിന്നങ്ങനെ പോവുക. അത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോൻ്റെ നോയ്സ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതൊരു ഭയങ്കര സുഖം. പിന്നെ മഴയൊക്കെ കണ്ട് ഇങ്ങനെ പോവുകയാണ്. ഒരു യൂബർ എടുത്തിട്ട് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. പിന്നെ പുറത്ത് മഴ ആയതുകൊണ്ട് തന്നെ ഇന്ന് വീഡിയോ എടുക്കലൊക്കെ എന്താവുമെന്ന് അറിയില്ല. എന്തായാലും വൈകുന്നേരമാണ് നമ്മളെ സ്വാതി സ്വീറ്റ്സിൽ അംബുബായി വിത്ത് ഫാമിലി കഴിച്ച ആ സ്വീറ്റ്സ് കൊടുക്കണമെന്നാണ് കേട്ടത്. അപ്പോൾ വൈകുന്നേരം ചായൻ്റെ സമയമാകുമ്പോൾ നടത്തണം. അംബുബായും ഫാമിലി ഒന്നും ഉണ്ടാവുമോ എനിക്കറിയില്ല, പക്ഷെ നമ്മളെന്തായാലും ഒന്ന് പോയി നോക്കും. ഇവിടെ വന്ന് നമുക്ക് എല്ലാ കളറിലുള്ള ദാർപ്പായും കാണാം കേട്ടോ. നമ്മളെ നാട്ടിൽ കാണാത്ത കളറിലുള്ള ദാർപ്പായൊക്കെ ഇവിടെ കാണാം. പ്രത്യേകിച്ച് നമ്മൾ മുംബൈ എയർപോർട്ടിൽ വന്ന് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോഴാണ് ശരിക്കും കാഴ്ച കാണുക. അതുപോലെ ഷീറ്റ് കെട്ടിയിട്ടുള്ള മാർക്കറ്റുകളും സ്ലമ്മുകളുമാണ് ഇവിടെയൊക്കെ ഉള്ളത്. വേസ്റ്റ് എടുക്കുന്ന വണ്ടിയൊക്കെ വരുന്നത് കാണുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളോട്ടുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മൾ കണ്ടുകൊണ്ട് കാണുന്ന മാതിരി ഇപ്പം വീഡിയോയിൽ എന്തായാലും കിട്ടില്ലല്ലോ. എന്തൊക്കെയോ കച്ചവടങ്ങളുണ്ട്. ഭയങ്കര മാർക്കറ്റാണ്. ഇതാ റോഡ് സൈഡിൽ ചേച്ചിമാർ എന്താണിത് വിൽക്കണത്? നീമാണ്. നീമാണെന്ന് തോന്നുന്നു. ചേച്ചിമാർ വിൽക്കണ സാധനം എന്താ, വേസ്റ്റ് ചെയ്തൊന്നും മനസ്സിലാവണില്ലല്ലോ. എല്ലാം കൂടി ഒരു കഥയാണ്. ഞാൻ ഇതുപോലത്തെ സ്ട്രീറ്റ് ഫുഡൊക്കെ ഇൻസ്റ്റഗ്രാമിൽ റീൽസിലൊക്കെയാണ് കണ്ടത് കേട്ടോ. ഇവിടെയൊക്കെ ആ ഇലയാണ് വിൽക്കണത്. കുറേ പച്ചക്കറിയോ. ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ നീമാണ്. നീമെന്ന് പറഞ്ഞാൽ എന്തേനി? ആര്യവേപ്പ്. അതെ, ആര്യവേപ്പിൻ്റെ ഇലയാണ് കൂട്ടിയിട്ട് ചെറുനാരങ്ങണ്ട്. ഒരുപാട് സാധനങ്ങളുണ്ട്. പക്ഷേ ഐ ആം ദ റിയലി സോറി, ഗ്ലാസ് താത്തി കാണിക്കാൻ വയ്യ. കാരണം മഴ ചാറുന്നുണ്ട്. വണ്ടീൻ്റെ ഉള്ളിൽ വെള്ളമായ ചിലപ്പം യൂബർ ചേട്ടൻ എൻ്റെ തലക്ക് കുത്തും. യൂബറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഈ ഓവർ ബ്രിഡ്ജിൻ്റെ താഴെ കൂടെ നടന്നാൽ വെറുതെ മയച്ചാറ്റിൽ വെള്ളമുണ്ടല്ലോ. കുറച്ച് ദൂരം പോയാൽ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടിട്ട് അവിടെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. എന്തായാലും മഴ അന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഫുള്ള് ഇരുണ്ട് കൂടി കിടക്കുക. സെൻട്രിക്സ് ഹോട്ടലാട്ടോ കാണുന്നത്. നല്ലൊരു ഹോട്ടലാണ്. നമ്മൾ പല സ്ഥലത്തും ട്രാവൽ ചെയ്യുമ്പം കാണലുണ്ട് സെൻട്രിക്സ് ഹോട്ടൽ. ഇനി ഇങ്ങനെ നടന്ന് ഒരു 300 മീറ്ററും കൂടി നടന്നാൽ നമ്മൾ കണ്ട റെസ്റ്റോറൻറ്റിൽ എത്തുന്നതാണ് കാണിക്കണത്. ആ റെസ്റ്റോറൻറ്റ് ശരിക്കും ഒരു മാളിൻ്റെ ഉള്ളിലാണ് സംഭവം. എന്തായാലും അടുത്ത സ്ട്രോങ് മഴൻ്റെ മുന്നേ അവിടെ എത്താൻ പറ്റുമോ നോക്കട്ടെ. നല്ല രസമുണ്ട് കേട്ടോ ഈ ഏരിയയിൽ. ഓവർ ബ്രിഡ്ജിൻ്റെ താഴെ ഇങ്ങനെ പച്ച ഇതെന്താ പറയുക ഇലകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് ഇതെന്തെങ്കിലും ഔഷധ ഗുണമുള്ള സാധനമാണോ നിങ്ങൾക്ക് അറിയില്ലേ. മഴ പെയ്തു തുടങ്ങി. നമ്മളെ കയ്യിൽ കുട ഇല്ലാത്തത് കൊണ്ട് നല്ല പണി കിട്ടിയാണ്. പക്ഷെ കുഴപ്പമില്ല. ഇവിടെ ഒരു മാളുണ്ട്. അപ്പോൾ ഈ മാളിൽ കയറാം. ഫീനിക്സ് മാളിൽ കയറുക അല്ലാതെ വേറെ ഒരു രക്ഷയില്ല. ഇന്നത്തെ കാര്യം അതോ ഗതിയാണ്. കറക്റ്റ് ടൈമിങ് ആയിട്ടോ. മഴ സ്ട്രോങ് ആയി. കറക്റ്റ് ടൈമിന് നമ്മൾ മാളിൻ്റെ എൻട്രിയിലേക്ക് എത്തി. മഴ പെയ്തുകൊണ്ടാണോ എന്നറിയില്ല, എല്ലാവരും മാളിലേക്കാണ്. ഇവിടെ ക്യൂ നിന്ന് കയറണം. ഇനി ഇത് തോരുന്ന വരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇവിടെ ഇരിക്കുക. വേറൊരു രക്ഷയില്ല നമുക്ക്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നുണ്ടെങ്കിലും സംഭവം ഉച്ചക്ക് 1 മണിയായിട്ടോ. ലഞ്ച് എന്ന് പറയണം ശരിക്ക്. പക്ഷെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു പോവാ. മെട്രോ സിറ്റീസിലൊക്കെ മാളുകളിലേക്കുള്ള എൻട്രി ഭയങ്കര സെക്യൂരിറ്റി ചെക്കിലൂടെയാണ് കേട്ടോ. നമ്മളെ കോഴിക്കോടൊന്നും കയറി ചെല്ലണ മാതിരി അങ്ങനെ എളുപ്പത്തിലോട്ട് കയറി ചെല്ലാൻ കഴിയില്ല. നല്ല അടിപൊളി മാളാട്ടോ. ഇതവിടെ നമ്മളെ മൊസിമോ ഡ്യൂട്ടീൻ്റെ ഷോറൂമൊക്കെ ഉണ്ട്. അപ്പോൾ കയറി നോക്കിയിട്ട് കാര്യമില്ല, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അവിടെ പോയിട്ട്. എല്ലാ ബ്രാൻഡുകളും ഉണ്ട്. അത്യാവശ്യം നല്ല ഇൻ്റർനാഷണൽ ബ്രാൻഡുകളൊക്കെ ഉണ്ട്. സൂപ്പർ മാളാ സംഭവം. മഴ പെയ്തിട്ട് കയറിയതാണെങ്കിലും സംഗതി അടിപൊളിയാണ്. വാവ്, ഇതെല്ലാം രസമുണ്ട് കേട്ടോ. ഇത് ഒരാൾക്ക് സഞ്ചരിക്കാൻ പറ്റിയ എസ്കലേറ്ററാണ്. അതിൽ കറക്റ്റ് ഒരാൾക്ക് നിൽക്കാൻ പറ്റുള്ളൂ. കണ്ടോ എൻ്റെ ഷൂ ഉണ്ടോ നിങ്ങൾ? വാവ്, ഇത് വെറൈറ്റി ആയി. ഞാൻ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു സാധനം കാണുന്നത്. പിന്നെ ഫിനിക്സ് മാളാണിത്. ഇതിൽ എല്ലാ ബ്രാൻഡുകളും ഉണ്ട്. ഒരുപാട് റെസ്റ്റോറൻറ്റുകളും ഉണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാം. നമ്മൾ മഴ പെയ്തപ്പോൾ ഓടി കയറിയ ഭാഗത്തല്ല ഫുഡൊന്നുള്ളത്. അപ്പോൾ മാളിൻ്റെ പുറത്തിറങ്ങിയിട്ട് അപ്പുറത്തെ ബിൽഡിങ്ങിലേക്ക് പോകണം. മാള് 3 പോർഷനായിട്ടാണുള്ളത്. ഈ മഴത്ത് അങ്ങോട്ട് പോകണം. അതാണ് പ്രശ്നം. മഴ കുറച്ച് കൊള്ളേണ്ടി വരും. എന്നിട്ട് ഇത് വഴി പോയോ ഇവിടെയൊക്കെ വെള്ളം കയറി തുടങ്ങി മക്കളെ. ഇത് വഴി അപ്പുറത്തേക്ക് പോകണം.
ഞാനൊന്ന് തുഴഞ്ഞവിടെ എത്തുമോ നോക്കട്ടെ. ചേട്ടാ കമോൺ. ഓക്കെ, ഈ വെള്ളക്കെട്ടൊക്കെ കിടന്നിട്ട് വേണം അവിടെ എത്താൻ. ഷൂ ഒക്കെ നനഞ്ഞ്. ഇത് മാളിൻ്റെ വേറൊരു ഏരിയയാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് എത്തണം. ഗ്രാൻഡ് സോൺ എന്ന് പറഞ്ഞിട്ടൊരു സോണുണ്ട്. ഇത് 3 ബിൽഡിംഗ് ആയിട്ടായി മാളുള്ളത്. അപ്പോൾ 3 ബിൽഡിങ്ങിനും ഇതുപോലത്തെ കണക്ടിവിറ്റി ഉള്ളത് കണ്ടോ. ഇതൊരു മെയിൻ എൻട്രിയാണ്. അപ്പോൾ നമ്മൾ ഈ എൻട്രി വഴിയല്ല കയറിയത്. നേരത്തെ നമ്മൾ ഒരു സൗത്ത് വേറൊരു എൻട്രി വഴിയാണ് കയറിയത്. അപ്പോൾ ഇനി നമുക്ക് ഇതുവഴി കയറാം. നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ. അവിടെ നല്ല ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാ ബ്രാൻഡ്സും ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുവിധം എല്ലാ ഇൻ്റർനാഷണൽ ബ്രാൻഡും ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. മഴ കൊള്ളാണ്ട് ഇനി എങ്ങനെ ആ മെയിൻ ബിൽഡിങ്ങിലേക്ക് കയറാൻ പറ്റും എന്നുള്ളതൊന്ന് നോക്കട്ടെ. ഉണ്ട് ഇവിടെയൊക്കെ ഷെൽട്ടേഴ്സ് ഉണ്ട്. കയറാൻ പറ്റിയ രീതിയിൽ ഷെൽട്ടേഴ്സ് ഉണ്ട്. സംഭവം ഇവിടെ എന്തോ മ്യൂസിക് ഇവൻറ്റോ കാര്യങ്ങളെന്തോ നടക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ മാളുടെ ഒരു മെയിൻ ഏരിയ. നമ്മൾ ഇപ്പോൾ അപ്പുറത്തുള്ള ബിൽഡിങ്ങിൽ നിന്ന് വന്നിട്ട് ഇനി നമുക്ക് നേരെ പോയി അവിടെ കയറണം. സത്യം പറഞ്ഞാൽ ഇത് നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഒരു മോളുടെ കൺസെപ്റ്റിലല്ല കേട്ടോ സംഗതി ഉള്ളത്. ഇത് കുറച്ചും കൂടി ഓപ്പൺ ആയിട്ടാണുള്ളത്. എന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് ഒരുപാട് ബിൽഡിങ്ങുകൾ. ഇപ്പോൾ ഈ നടക്കുന്നതൊക്കെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ കൂടിയാണ്. പക്ഷേ ഇവിടെയൊക്കെ സൈഡിലൊക്കെ റെസ്റ്റോറൻറ്റുകൾ. നമ്മളൊരു സ്ട്രീറ്റിൽ കൂടെ പോകുന്ന പോലെ നമുക്ക് തോന്നുള്ളൂ. സ്ട്രീറ്റിൽ ഷോപ്സ് എങ്ങനെയാണോ ഉണ്ടാവുക അതുപോലെയാണ് ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ ചെയ്തത്. 3 ടവർ ബിൽഡിംഗ് ഉണ്ട്. പക്ഷേ അതാകെ 2 ഫ്ലോർ മാത്രമുള്ള ബിൽഡിങ്ങുകളാണ്. പക്ഷേ കുറച്ച് വെറൈറ്റി ആയി തോന്നിട്ടോ. സാധാരണ ഒരു മാളിൻ്റെ അറ്റ്മോസ്ഫിയർ അല്ല സംഭവം. 2-2.5 മണിക്കൂർ മാളിലിരുന്ന് ഇനി ഇരുന്നിട്ട് കാര്യമെല്ലാം തോന്നി. കുറച്ച് മഴ കൊണ്ടിട്ടാണെങ്കിലും നല്ല നടന്ന് വേറൊരു ലൊക്കേഷനിലേക്ക് പോകാമെന്ന് വിചാരിച്ച്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ മിക്കവാറും നാളെ പനി ആയിരിക്കാനാണ് സാധ്യത. മാഡംജിനെ വിളിച്ച് ഇപ്പം തന്നെ മരുന്നൊക്കെ ഒന്ന് ചോദിച്ച് വാങ്ങി വെക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം മഴ നനഞ്ഞാണ്. എന്തായാലും പോയി നോക്കുക. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തണമല്ലോ. അങ്ങനെ നമ്മളൊരു യൂബർ പിടിച്ച് സ്വാതി സ്നാക്സിലേക്ക് പോവുകയാണ്. മഴ കുറച്ചൊന്ന് കുറഞ്ഞുണ്ട്. വലിയ സമാധാനം. പിന്നെ ഇവിടെ നമ്മളെ സൂരത്തിലെ മരുന്നല്ല, ഒന്നുകൂടിയും പ്രോ ലെവലാണ് സംഗതികൾ. കാരണം അവിടെ കളിയായിരുന്നു കണ്ടിരുന്നത്. അവിടെ KGF ആണ്. അങ്ങനെ ഏതാണ്ട് നമ്മളെ ലൊക്കേഷനിലെത്തി. ഇവിടെ ഇങ്ങനെ വണ്ടി സൈഡാക്കിയിട്ട് നമുക്ക് ഇറങ്ങണം. ഇതിൻ്റെ അടുത്ത് എവിടെയോ ആണ് ആ ഷോപ്പ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, എന്തായാലും വണ്ടിയിൽ നിന്ന് ഇറങ്ങി നോക്കാം. നമ്മളെ ലൊക്കേഷനിലെത്തിയാണ്. നമ്മളെ ഡ്രൈവർ ഭയ്യ KGF സിനിമ കണ്ടോണ്ടാണ് വണ്ടി ഓടിക്കണേ. മറ്റേ മീറ്റർ കൺസോളിൻ്റെ അവിടെ സിനിമ ഓണാക്കിയിട്ടാണ്. പക്ഷേ മ്യൂട്ടായിട്ടാണ് കാണുന്നത്. ഭയ്യക്ക് കണ്ടാൽ മതി എന്തുകൊണ്ട് സൗണ്ട് കേൾക്കണ്ടെന്ന്. അപ്പോൾ ഇതാണ് നമ്മളെ ഹോട്ടൽ. ഇതാണ് നമ്മളെ ഇൻസ്റ്റാഗ്രാം ഫോളോവർ അയച്ചെന്ന് അംബാനിയും ഭാര്യയും ഫാമിലിയായിട്ട് വന്ന് ക്യൂ നിന്ന് കഴിച്ചു എന്ന് പറയണ സ്വാതി സ്നാക്സ്. നമുക്കൊന്ന് കയറി നോക്കാം ഉള്ളിൽ എന്താണ് അവസ്ഥ എന്ന്. ഇതാണ് കേട്ടോ ഇവരെ മെനു. പക്ഷേ ഇതിൽ ചായ നോക്കിയിട്ട് കാണുന്നില്ല. അപ്പോൾ ഇവിടെ ചായ എല്ലാം തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ ഫോട്ടോ കാണിച്ചിട്ട് അതിലുള്ള അതേ ഐറ്റം തന്നെ ഓർഡർ ചെയ്യാം. നമ്മൾ അതേ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ. നമുക്ക് ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെ ഫോളോവർ അയച്ചെന്ന ആ സെയിം സാധനത്തിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുത്ത് ആ ഐറ്റം തന്നെ ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ചായയും കാപ്പിയൊക്കെ ഉണ്ട് കേട്ടോ. പാക്കിലുണ്ടായിരുന്നു. പക്ഷേ നല്ല പ്രൈസാണ്. ഇപ്പോൾ എല്ലാ സാധനത്തിനും അത്യാവശ്യം പ്രൈസിങ് ഉണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, മുംബൈ ആണല്ലോ. അപ്പോൾ നമ്മളൊരു സൗത്ത് ഇന്ത്യൻ കോഫി ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ പിന്നെ നമ്മളെ ഫോളോവർ ഇന്നലെ അയച്ചു തന്നെ അംബാനിയും വൈഫും ക്യൂ നിന്ന് തിന്നു എന്ന് പറയുന്ന ആ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. വെയിറ്റർക്ക് നമ്മളിത് കാണിച്ചു കൊടുത്തിട്ട് ഈ ഐറ്റം വേണമെന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ മൂപ്പര മുഖത്തൊരു ചിരി. മൂപ്പർക്ക് മനസ്സിലായിന് എന്തോ കണ്ടിട്ട് എവിടുന്നോ കുറ്റം പറിച്ച് പോകുന്നതാണല്ലോ. ഏതായാലും സാധനം ഓർഡർ ചെയ്തിട്ട് നമുക്ക് വന്ന് നോക്കിയിട്ട് കഴിച്ചിട്ട് എന്താ കോലം നോക്കാം. ക്യൂ നിന്ന് തിന്നാൽ മാത്രം ഉണ്ടോ എന്നുള്ളതൊന്നും അറിയണമല്ലോ. ഇതാണ് ഇവിടുത്തെ 120 ഉറുപ്പിൻ്റെ സൗത്ത് ഇന്ത്യൻ കോഫി. സൗത്ത് ഇന്ത്യൻ കോഫി മാത്രമല്ല കേട്ടോ, നമുക്ക് നല്ല വറുത്തായ്ക്കും തരും കൂടെ. വറുത്തായ്ക്ക് എങ്ങനെ ഉണ്ട് നോക്കട്ടെ. നമ്മളെ മമതായത്തെ അത്ര നൈസല്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഇവരെ മെനു കാർഡിലുള്ള ഈ ഫസ്റ്റ് ഇത് കാണുന്ന ഐറ്റം തന്നെയാണ് കേട്ടോ ഈ പറയുന്ന ഫേമസ് ഐറ്റം. പാൻകി ചട്നി എന്നാണ് കാണുന്നത്. 230 രൂപയാണ്. എന്താ ഐറ്റം എന്നുള്ള നോക്കണം. സേവറി റൈസ് പാൻ കേക്ക് സ്റ്റീംഡിങ് ബനാന ലീഫ് എന്നാണ്. ഞാൻ സത്യത്തിൽ എന്തോ സ്വീറ്റ് ഐറ്റം ആണെന്നൊക്കെ വിചാരിച്ചാൽ വന്നത്. എന്തായാലും നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നമ്മൾ ഐറ്റം വന്നാണ്. ഇതാണ് സംഗതി. നമുക്ക് 2 എണ്ണമാണ് ഓർഡർ ചെയ്തതെന്ന് അറിയില്ല. ഇനി 2 എണ്ണം ആയിട്ടാണോ അത് വരികയെന്നും അറിയില്ല. എന്തായാലും നോക്കട്ടെ. സംഗതി പറഞ്ഞ് സംഗതി വന്നാണ്.
ഇങ്ങനെയാണ് ഐറ്റം. ഓ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇത് ഒരൊറ്റ പോർഷനാണ് കേട്ടോ. ഒറ്റ പോർഷൻ ഒരു 2 പ്ലേറ്റിലാക്കി കൊണ്ടുവന്നതാണ് നമുക്ക് കഴിക്കാനുള്ള സൗകര്യത്തിന്. ഞാനും വിചാരിച്ച് 230ൻ്റെ 2 എണ്ണമാണ് അവരെടുത്തതെന്ന്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഡിന്നറോടെ ഒഴിവാക്കേണ്ടി വരും. സംഭവം ഒരു പോർഷനാണ്. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഒരു പ്രത്യേക രീതിയിൽ കുക്ക് ചെയ്തെടുക്കണമെന്നാണ് തോന്നുന്നത്. കാണുമ്പോൾ നമ്മളെ ഏലാഞ്ചിൻ്റെ ഒക്കെ മാതിരി ഫീൽ ചെയ്യും കേട്ടോ. പക്ഷേ സംഭവം മധുരമല്ല എന്ന് ഉറപ്പായി. ഇതിൻ്റെ കൂടെ ഉള്ളത് പച്ചമുളകിൻ്റെ ഒരു ചമ്മന്തി പോലത്തെ ഐറ്റമാണ്. പിന്നെ ഒരു പുതിന ചട്നി. ആദ്യം നമുക്കിത് മാത്രം ഒന്ന് കഴിച്ചു നോക്കാം. ഇതിപ്പോൾ എന്താ പറയുക, നമ്മളെ ദോശൻ്റെ മാവില്ലേ, അത് വായൻ്റെ ഇലയിൽ ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും അതേമാതിരി ചീരൻ്റെ ഇല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇലകളൊക്കെ ഇട്ടിട്ട് ഇഡ്ഡലി ചെമ്പിൽ ആവിയിൽ വേവിച്ചെടുത്ത് അങ്ങനെ ഉണ്ടാവും. ഏതാണ്ട് അതുപോലൊരു സാധനം. വേറെ പ്രത്യേകിച്ചൊന്നും തോന്നില്ല. ഇനി ഈ ചട്നി കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. ചിലപ്പോൾ എന്തെങ്കിലും മാജിക്ക് സംഭവിച്ചാലോ. ഒന്ന് കഴിച്ചു നോക്കട്ടെ ചട്നി കൂട്ടിയിട്ട്. ചട്നി കൂട്ടുമ്പോൾ പ്രത്യേകിച്ച് വലിയ മാജിക്കൊന്നും സംഭവിക്കില്ല. ആ ചട്നീൻ്റെ പുതിനൻ്റെ ചോയും കൂടി വരുന്നുള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നുമല്ല. അല്ല, ഞാൻ ആലോചിക്കണം എന്താ അറിയോ, ഇതിനിപ്പോൾ ഇങ്ങനെ അംബാനി പെണ്ണുങ്ങൾ വന്ന് ക്യൂ നിൽക്കേണ്ട ആവശ്യം എന്തിനുള്ള. ഒന്നാമത് ഇവിടെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, ക്യൂ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഈ ഒരു ഐറ്റത്തിന് ചിലപ്പോൾ ഓലെ നാട്ടിലെന്തെങ്കിലും പ്രത്യേകിച്ച് സംഭവം ഉണ്ടാവാൻ മതിട്ടോ. നമുക്ക് ഈ ദോശയൊക്കെ ചുട്ട് തിന്നണം, നമുക്ക് പ്രത്യേകിച്ച് വേറെ വലിയൊരു അത്ഭുതമൊന്നും തോന്നണില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഗുജറാത്തിൽ നിന്നും മഹാരാഷ്ട്രയിലേക്ക് തിരഞ്ഞു വന്ന ആ ഒരു സ്നാക്ക്. ഒരു മുളകിൻ്റെ സാധനം കൂടി തന്നിട്ടുണ്ട് ഇവർ. ഇനി അത് മാത്രം കൂട്ടിയില്ല എന്ന് വേണ്ട. അപ്പോൾ നമുക്ക് ഇത് കഴിക്കുക, അതിൻ്റെ കൂടെ അവർ തന്ന മുളകിൻ്റെ സാധനം അത് കൂട്ടി വെക്കാം. ഒരു ചാറ്റ് മസാലേൻ്റെ ഒക്കെ ഒരു ചോയല്ലേ, മല്ലിയാണോ, മല്ലീൻ്റെ ഒക്കെ ചോയുണ്ട്. ഈ മുളക് അച്ചാറിട്ടതല്ല, മുളക് മല്ലിയിലിട്ട സാധനമാണെന്ന് തോന്നുന്നത്. ഇനിയിപ്പോൾ ഏതായാലും എല്ലാം കൂടി ഒന്ന് കൂട്ടി കഴിച്ചു നോക്കാം. ഞാൻ അതിൻ്റെ ഒരു കുറവ് വേണ്ട. അതായത് നമ്മളെ പച്ച ചട്ടിനി, അതേപോലെ ഒരു മുളകിൻ്റെ പീസ്, അതും വെച്ച് ഇതിൻ്റെ സ്പൂണൊക്കെ കൈയോട്ട് വയ്ക്കാം. ഇതാ പച്ച ചട്ടിനിയും മുളകിൻ്റെ പീസും ഈ പറയുന്ന പാൻ കേക്കും കൂടി വെച്ചിട്ട് കഴിച്ചു നോക്കാം. വേറൊന്നും സംഭവിച്ചില്ല, അതൊക്കെ തന്നെ നേരത്തെ പറഞ്ഞൊക്കെ തന്നെ. ഭർത്താക്കും ചായയാണ് ഇപ്പം മുതലായി, അല്ല കാപ്പി. ഓ അടിപൊളി കാപ്പി, നല്ല ഏതോ കാപ്പിപ്പൊടിയാ. ഇതാണ് നമ്മൾ കഴിച്ചതിൻ്റെ ബില്ല്. ഒരു കോഫി, ഒരു പാൻകി ചട്നി, അങ്ങനെയാണ് അപ്പോൾ സംഭവങ്ങൾ. എന്തൊക്കെയായാലും പോയി നോക്കുക എന്നുള്ള പരിപാടിയിൽ ആദ്യമായിട്ടൊരു സംഗതി സക്സസ് ആയിരിക്കുകയാണ്. നമ്മൾ ആദ്യം ചെയ്ത 2 എണ്ണം നമുക്ക് വിചാരിച്ച പോലെ ഡെസ്റ്റിനേഷനിലെത്താനോ അല്ലെങ്കിൽ സംഗതി കിട്ടാനോ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ 3ാമത്തതാണ് നമുക്ക് സക്സസ് ആയത്. അതിൽ വലിയ സന്തോഷമുണ്ട്. പിന്നെ എന്തിനാണ് അംബാനിയും പെണ്ണുങ്ങളും വന്ന് ക്യൂ നിന്ന് കഴിച്ചതെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. കാരണം ഇഷ്ടം പോലെ സ്ഥലം അവിടെ ബാക്കി കിടക്കുകയാണ്. എന്തായാലും സംഗതി ഫുഡ് മോശമൊന്നുമല്ല, നല്ല റെസ്റ്റോറൻറ്റുമാണ്, അത് പറയണമല്ലോ. അടിപൊളി റെസ്റ്റോറൻ്റാണ്. പിന്നെ ഫുഡ് മോശമല്ല, നമുക്ക് പറ്റുന്ന ടേസ്റ്റ് ആയിക്കോളണമെന്നില്ലല്ലോ. പക്ഷേ ഇതിലെ ഫസ്റ്റ് ഐറ്റമാണ് മെനുവിലെ, അതേമാതിരി ഇവിടുത്തെ ഫേമസ് ഐറ്റമാണ്. എന്തായാലും ഇൻസ്റ്റാഗ്രാം ഫോളോവർ പറഞ്ഞ മാതിരി നമ്മളിവിടെ വന്ന് നോക്കി കഴിച്ചു. ഇനി നേരെ റൂമിൽ പോകണം. ഇത് ഇവിടുത്തെ കുറച്ചൊരു നല്ല ഏരിയ ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. റോഡ്സും കാര്യങ്ങളൊക്കെ അത്രയും വൃത്തിയിലും കാര്യത്തിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്താണ്. നമ്മളെന്തായാലും ഒരു യൂബർ ബുക്ക് ചെയ്താണ്. യൂബറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ റൂട്ട് നേരെ പോകുന്നത് സീ ബ്രിഡ്ജിലേക്കാണ് കേട്ടോ. കടൽപ്പാലത്തിൻ്റെ മുകളിലൂടെയാണ് ഈ റൈഡ് പോണത്. ഇവിടെ കുറേ പ്രാവുകളുണ്ട് കേട്ടോ. ഒരുപാട് പ്രാവുകൾ വന്നിങ്ങനെ ഇരിക്കുന്നുണ്ട്. വൈകുന്നേരം ആൾക്കാരൊക്കെ വരുന്ന തീറ്റ ഇട്ട് കൊടുക്കുന്ന സ്ഥലമായിരിക്കും. ചിലപ്പം ടൈമായപ്പം വന്ന് വെയിറ്റ് ചെയ്യായിരിക്കും. പക്ഷെ ആൾക്കാരും കാണുന്നില്ല, പ്രാവ് മാത്രമേ ഉള്ളൂ. കടൽ നല്ല റഫാണ് കേട്ടോ. ആർത്തിരമ്പാണ് കടൽ. അതിൻ്റെ മുകളിലൂടെ ഒരു പാലം കെട്ടിയാണ്, അതിലൂടെയാണ് നമ്മൾ പോകുന്നത്. നല്ല ട്രാഫിക്കാണ്. സംഭവം ട്രാഫിക് ഒഴിവാക്കാനാണ് ഈ പാലം ഉണ്ടാക്കിയത്. ഇപ്പം എന്തായി, പാലത്തുമ്മ കയറാൻ അതിനേക്കാൾ വലിയ ട്രാഫിക്കായി. ഈ കാണുന്നതാണ് പാലം.
അപ്പോൾ കറക്റ്റ് പാലട് പോയി. വണ്ടികളൊക്കെ അതിലേക്ക് കയറാനുള്ള ക്യൂ ആണ് കേട്ടോ. കാരണം ഇത് എത്രയോ കിലോമീറ്റർ നമുക്ക് ലാഭം കിട്ടുന്നതാണ് ഈ കടൽ ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് എത്തുമ്പം. ഇല്ലെങ്കിൽ ഈ ട്രാഫിക്കിൽ നിന്ന് മണിക്കൂറുകൾ എടുക്കും നമ്മളെ ലൊക്കേഷനിലെത്താൻ. ഇതാണ് രാജീവ് ഗാന്ധി സീ ലിങ്ക് റോഡ്. ഇനി ഇതിലെങ്ങനെ പോവാം, എത്ര കിലോമീറ്റർ ആണുള്ളത് എന്ന് കറക്റ്റും അറിഞ്ഞൂടാ. മുംബൈൻ്റെ അത്യാവശ്യം നല്ലൊരു ട്രാഫിക് നമുക്ക് ഇതിലൂടെ കയറുമ്പോൾ കട്ട് ചെയ്യാം കേട്ടോ. ഇതിൽ ട്രാവൽ ചെയ്യാൻ ഒരു 100 രൂപ വണ്ടിക്ക് ടോളുണ്ട്. എന്നാലും നമുക്ക് എത്രയോ മണിക്കൂർ ട്രാഫിക്കിൽ നിൽക്കുന്നത് ഒഴിവാക്കാം ഈ ഒരു റൂട്ട് പിടിച്ചാൽ. യൂബറിൽ നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഈ റൂട്ടാണ് കാണിക്കുക. പാലം നമ്മൾ പല സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. എത്രയോ സിനിമകളിൽ കണ്ട പാലാണ്. അതൊരു ഏരിയൽ ഷോട്ടൊക്കെ കാണുമ്പോഴാണ് അതിൻ്റെ ഭംഗി മനസ്സിലാവുക. നമ്മളിപ്പോൾ ഈ കാറിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെ എടുക്കുമ്പോൾ ഒന്നും വ്യക്തമായിട്ട് മനസ്സിലാവില്ല. ഇങ്ങനെ ഷൂട്ട് ചെയ്യാണ് കുറച്ചും കൂടി നല്ലതെന്ന് തോന്നി. ഇത് കാറിൻ്റെ ബാക്ക് ഗ്ലാസ് ആണ്, ബാക്ക് ഗ്ലാസ്സിൽ നിന്ന് ഷൂട്ട് ചെയ്യാണ്. ഇതാണ് ഐറ്റം. അങ്ങനെ പാലം ക്രോസ് ചെയ്തു. ഇനി ഇവിടെ ടോൾ കൊടുക്കണം. ടോൾ കൊടുത്താൽ പുറത്തിറങ്ങാം. ഇപ്പോൾ പിന്നെ എല്ലാം എന്താ പറയുക, സ്കാനിങ് ആയതുകൊണ്ട് കുഴപ്പമില്ല. ഏതായാലും നമ്മൾ വലിയൊരു കിലോമീറ്ററാണ് ഈ പാലത്തുമ്മൽ കൂടെ പോരുന്നതോടുകൂടി ലാഭിക്കണത്. അത്ര തന്നെ സമയവും ലാഭമാണ്. മുംബൈയിലെ ട്രാഫിക്ക് നമുക്കൊക്കെ ഏതാണ്ട് ഒരു ധാരണ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതും വൈകുന്നേരം സമയമാണ്, 5 മണി 5:30 സമയമാണ്. നല്ല ഭംഗിയായിട്ട് ഇവിടെ നിന്ന് അങ്ങനെ ആ കടലിൻ്റെ തീരത്ത് ബിൽഡിങ്ങുകൾ ഇങ്ങനെ പൊന്തി നിൽക്കണ കാണുമ്പോൾ നമ്മൾ ഗൾഫിലൊക്കെ കാണുന്ന ഒരു കാഴ്ചയാണ്. പാലം കഴിഞ്ഞ് നമ്മൾ നേരെ ചെന്നിറങ്ങണത് കൊടും ബ്ലോക്കിലേക്കാണ് കേട്ടോ. കണ്ടല്ലോ, ഇതൊക്കെ കഴിഞ്ഞ് അവിടെ ഏത് കാലത്താണ് എത്തുക എന്നുള്ളത് പടച്ചോന് മാത്രം അറിയാം. അങ്ങനെ നമ്മൾ മുംബൈയിൽ വന്ന കാര്യം സക്സസ്ഫുള്ളി നടന്നു. നമ്മൾ ആ ഡിഷ് പോയി കഴിച്ചു നോക്കി. നമ്മുടെ പോയോക്ക ഒരു എപ്പിസോഡ് വിജയിച്ചു. ഓക്കെ, അപ്പോൾ നാളത്തെ പരിപാടി എന്താണെന്നുള്ള പ്ലാനൊന്നും കയ്യിലില്ല. തൽക്കാലം ഇവിടെ താഴത്തൊരു ബർത്ത്ഡേ പാർട്ടി നടക്കുന്നുണ്ട് ഹോട്ടലിൽ. അതിലൊന്ന് ജോയിൻ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഏതോ മറാത്തിയുള്ള പരിപാടിയാണ്, പക്ഷേ ഡാൻസിന് പ്രത്യേകിച്ച് ഭാഷയൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഓക്കെ, ബൈ.